എത്ര ലീക്കേജ് കറണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് അത് കറക്റ്റ് റീഡിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ആ മീറ്റർ കേട്ടോ. മെട്രാവി DT4671 പറഞ്ഞാൽ AC ലീക്കേജ് കറണ്ട് ടെസ്റ്ററാണ് കേട്ടോ. 30 മില്ലി, അതായത് 1 തൊട്ട് 30 മില്ലി, അവർ 400 മില്ലി ആംപിയർ വരയ്ക്കും. എത്ര ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഉപകരണം കൊണ്ട്, ഈ ഒരു മീറ്റർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെസ്റ്റർ എന്തായാലും എല്ലാ ഇലക്ട്രീഷ്യന്മാരുടെ അടുത്തും ഉണ്ടെങ്കിൽ കുറേ ELCB ട്രിപ്പിംഗ് ഇഷ്യൂ ഒക്കെ കുറേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു മീറ്റർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് മീറ്റർ കേട്ടോ. ഇത് ഒരു കേസൊക്കെ നമുക്കൊരു ബാഗൊക്കെ തരും കേട്ടോ. ഇതുപോലെ ഒരു ബാഗൊക്കെ തരും. അടിപൊളി നല്ല ക്വാളിറ്റി ബാഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മീറ്റർ കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഒരു കോഡ് വയറും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം, അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കൂടുതൽ നമ്മൾ ഈ മീറ്ററിനുള്ള സവിശേഷത എന്ന് പറയുന്നത് ലീക്കേജ് കറണ്ട് ടെസ്റ്ററാണ് കേട്ടോ. കൂടുതൽ നമ്മളിതിൽ ഇത് മെയിനായിട്ടുള്ളൊരു ഫെസിലിറ്റി കൊടുക്കുന്നത് അതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിടക്കാം. ഇതിൽ ഇതുണ്ടോ, അതിൽ ഓഫാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ ആംബിയർ ആദ്യം നോക്കാം. നമ്മുടെ സാധാ AC-യുടെ ആംബിയർ നമുക്ക് അളക്കാവുന്ന 4, 40, 100 ആംബിയർ വരയ്ക്കും നമുക്ക് ഇത് വെച്ച് അളക്കാൻ സാധിക്കും. AC കറണ്ട് ആംബിയർ അളക്കാൻ സാധിക്കും. പിന്നെ മെയിനായിട്ടുള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് 400 മില്ലി ആംബിയർ, 40 മില്ലി ആംബിയർ. ഇതാണ് ഇതിന് മെയിൻ പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ. കാരണം അതിന് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഈ മീറ്റർ. കുറച്ച് നല്ല വില കൂടുതലാണ്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് വയ്ക്കുക. കുറേ നല്ല ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ CT കോയിൽ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു കേട്ടോ. നമ്മുടെ ക്ലാമ്പ് ഇതിലൊരു 300 mm വയർ വരയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറും. അതാണ് നമ്മുടെ യൂസർ മാനുവലൊക്കെ കണ്ട പോലെ 300 mm കേബിൾ ഇതിൽ കയറും കേട്ടോ. നമുക്ക് അളക്കാൻ സാധിക്കും. അതിൻ്റെ ലീക്കേജ് കറണ്ടൊക്കെ അളക്കാൻ സാധിക്കും. അതേപോലെ ഇവിടെ നമ്മുടെ ഇത് വയർ കുത്താനുള്ള കണക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ഓണായി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൽ 100 ആംബിയർ, 40 ആംബിയർ, 4 ആംബിയർ, അതുപോലെ 400 മില്ലി ആംബിയർ. ഈ 400 മില്ലി ആംബിയറിൽ ഇട്ടിട്ട് അതുപോലെ നല്ല 40 മില്ലി ആംബിയർ. ഇത് നമ്മൾ 30 മില്ലി ആംബിയർ വരയ്ക്കാണ് നമ്മുടെ വീട്ടിൽ ELCB ഒക്കെ ട്രിപ്പിങ് വിഷയമൊക്കെ വരിക. ഒരു 30 മില്ലി ആംബിയർ വരയ്ക്കുള്ള ELCB ആയിരിക്കും വീട്ടിലൊക്കെ സ്ഥാപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് 40 മില്ലി ആംബിയർ ഇട്ടിട്ട് നമുക്ക് എത്ര ലീക്കേജ് കറണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് അത് കറക്റ്റ് റീഡിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ റീഡിങ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഒരു മീറ്റർ പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ അടുത്തതെന്ന് പറയുന്നത് വോൾട്ടേജ് ആണ് കേട്ടോ. AC 400 വോൾട്ട് വരയ്ക്കും അളക്കാൻ സാധിക്കും. അതുപോലെ ഇതിൽ നമ്മൾ കുത്തിയിട്ട് നമ്മുടെ ഈ വയർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് അളക്കാൻ സാധിക്കും. അതുപോലെ ഇതിൽ റെസിസ്റ്റൻസും കണ്ടിന്യൂറ്റി ഹോംസ് ഇതൊക്കെ അളക്കാൻ പറ്റും കേട്ടോ. അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾക്ക് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത് മില്ലി ആംബിയർ അളക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് വോൾട്ടേജ് ചെക്കിങ്ങും അതുപോലെ ആംബിയർ ചെക്കിങ്ങൊന്നും ചെയ്യരുത്. കുറേ കാലം നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ലീക്കേജ് മാത്രം ടെസ്റ്റ് ചെയ്യുന്ന മാത്രം ചെയ്യുക കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു റീഡിങ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഹോൾഡ് ഔട്ട് ചെയ്യാം. അതുപോലെ മാക്സിമം മിനിമത്തിൽ മാക്സിമം എത്ര കറണ്ട് അളക്കാൻ, അല്ലെങ്കിൽ എത്ര ലീക്കേജ് അളക്കാൻ പറ്റും എന്നുള്ളൊരു ബട്ടണാണിത്. പിന്നെ ഇത് 0, നമ്മുടെ റീഡിങ്ങിൽ നിന്ന് 0ക്ക് വന്നിട്ട് പോകുന്ന ഒരു ബട്ടണാണ്. പിന്നെ ഇവിടെ ഓൺ ഓഫ് എന്ന് കാണുന്നത് ഇതിൻ്റെ ഓൺ ഓഫ് അല്ല. ഇതിൽ എഴുതിയിരിക്കുന്ന വൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 50-60 ഹെർട്സ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 50-60ലേക്ക് ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഇതിൽ ഓഫ് ബട്ടൺ ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നാലും കുഴപ്പമില്ല. കുറച്ച് നേരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കറക്റ്റ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പവർ ഓഫ് ആവും. അപ്പോൾ അതിലുള്ളൊരു സെറ്റപ്പ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഈ മീറ്ററിൻ്റെ കേസ് എന്ന് പറയുന്നത് PVC കേസ് തന്നെയാണ്. പക്ഷേ ഇതിന് മുകളിലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. റബ്ബറിൻ്റെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ സാധനം. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. നല്ല ക്വാളിറ്റിയും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് പിടിക്കാനായിട്ട് ഒരു ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീറ്റർ മേടിക്കുകയാണെങ്കിൽ
മില്ലി ആംബിയർ നമുക്കിതിൽ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ ഇഷ്യൂ ആണ് ELCB ട്രിപ്പിംഗ് ഇഷ്യൂ ഒക്കെ. ഇത് ഈ ഒരു മീറ്റർ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ അപ്പം കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു മീറ്റർ. അപ്പോൾ ഈ മീറ്റർ വെച്ചിട്ട് എങ്ങനെ മില്ലി ആംബിയർ അളക്കാം എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മീറ്ററിനെ കുറിച്ച് പറയാനായിട്ട്. കുറച്ച് വില കൂടുതലാണ് ഈ മീറ്ററിന് വില വരുന്നത്. ഏറെക്കുറെ ഞാൻ വാങ്ങിച്ചത് 7650 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മീറ്ററിന്. അപ്പോൾ പറ്റുമെങ്കിൽ മേടിച്ച് വയ്ക്കുക. നമ്മുടെ ഈ മീറ്ററൊക്കെ നല്ലൊരു ഉപകാരപ്രദമായിരിക്കും. ഇലക്ട്രീഷ്യന്മാർക്കാണ് കൂടുതൽ ഉപയോഗം വരിക ഈ ഒരു മീറ്റർ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു മീറ്ററിൽ ആംബിയർ അളക്കാം, മില്ലി ആംബിയർ അളക്കാം, വോൾട്ടേജ് അളക്കാം, അതുപോലെ റെസിസ്റ്റൻസും കണ്ടിന്യൂറ്റിയും അളക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതിൽ ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ 9 വോൾട്ടിൻ്റെ ഹൈ പവർ ബാറ്ററി എന്ന് പറയില്ല, ആ ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ബാറ്ററിയും കിട്ടി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇട്ട ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇതെങ്ങനെ കണ്ടിന്യൂറ്റി അളക്കാം, ഇതിൻ്റെ എങ്ങനെ ലീക്കേജ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ലീക്കേജ് അളക്കുന്ന വീഡിയോസ് ഞാൻ ഇനി അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. താങ്ക് യു.